ഷാമിന്റെ സൈക്കിളാ? ഓ വന്നിട്ട് ഓടിക്കോട്ടെ, നല്ല വെയിലുണ്ട്. വന്നാ ഞാൻ ജാസിക്കുട്ടി വീഡിയോ എടുക്കുന്നുണ്ട്, വരും അല്ലെന്ന് അറിയില്ല. ജാസിക്കുട്ടി ചാനൽ നെയിം പേര് ജോലി ഇടയ്ക്കുണ്ട്. ഞാൻ ജാസ്മിൻകുട്ടി ഒരു ഫോട്ടോ എടുത്ത് ഒന്ന് കാണിച്ചു കൊടുത്തില്ലെന്ന് ചോദിച്ചത്. അങ്ങനെയാണ് സ്നേഹിക്കാം. ഒരു ഉമ്മ കൊടുത്ത കൊച്ചപ്പൊക്കെ കിട്ടി. അതൊക്കെ കിട്ടും. ഹലോ അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മൾ ചെറിയ പെരുന്നാളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇത് നമ്മളെ ഇക്കാടെ മങ്കട വീട്ടിലാണ്. നല്ല അടിപൊളി ഒരു ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം ഷെഫി വന്നപ്പം അവനും നിശയും കൂടി കുറേ ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ചെടികളൊക്കെ വാങ്ങിച്ച്, അത് നമ്മുടെ വീട്ടിൽ നല്ല ഗാർഡൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടില്ല. അപ്പോൾ അവൻ കുറേ ചെടികളൊക്കെ വാങ്ങിച്ച് അവരെന്നെ കുഴിച്ചിട്ട് ഫുൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അമ്മച്ചിക്ക്, ഉമ്മാക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് എനിക്ക് മുഴുവനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ആ വെയിലത്ത് ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വെറുതെ വേഗം കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ്. അപ്പോഴേ ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ പെരുന്നാളാണ്. ശരിക്കും ഈ ചെറിയ പെരുന്നാളിൻ്റെ അങ്ങനെ രണ്ടാം പെരുന്നാളും അങ്ങനെ ഇല്ലല്ലോ, പക്ഷേ നമ്മൾ പെരുന്നാൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പട്ടാമ്പിയിലാണ്, എല്ലാവരും പട്ടാമ്പിക്ക് വരും. അപ്പോൾ ഇമ്മച്ചിയൊക്കെ ഇവിടെ തൂതയിലാണല്ലോ, അപ്പോൾ ഞാൻ നേരെ തൂതേക്കാണ് പോകുന്നത് കേട്ടോ. എന്നിട്ട് ഇമ്മച്ചി ഷൈത്തി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പട്ടാമ്പിക്ക് പോകും. ജാസ്മി കുട്ടി അവിടെ ഓൾറെഡി പട്ടാമ്പിയിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ. അങ്ങനെയൊക്കെയാണ്. ഇന്നലെ ഇവിടെ പെരുന്നാളിൻ്റെ നൈറ്റും കാര്യങ്ങളും അവർ പരിപാടിയൊക്കെ ആയിട്ട് ബ്രദർലോസ് രണ്ടുപേരും ഉറങ്ങുകയാണ്. അപ്പം ഞാൻ അവരെ എണീപ്പിക്കണില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഓട്ടോയിൽ തൂതിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇത്തട കൂടെ പോവാം. അങ്ങനെ ഹലോ, അതിൻ്റെ ഇടയിൽ എന്താ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വിചാരിക്കേണ്ട. അതായത് അന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ എന്താ എനിക്കറിയില്ല, മെമ്മറിൻ്റെ പ്രശ്നം കൊണ്ട് എന്താണെന്ന് അറിയില്ല, ആ വീഡിയോ വർക്കാവുന്നേ ഇല്ല, ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക. പിന്നെ ഒന്നുകൂടി എടുക്കാമെന്ന് വിചാരിച്ച്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുമോ, സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്യുമെന്ന്. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് പെട്ടെന്ന് ഒരുങ്ങുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടോളൂ, അല്ലാതെ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കണ്ടോട്ടോ. ഓക്കെ, ഏകദേശം ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ പ്രൈമറും അതുപോലെ ഫൗണ്ടേഷനും സൺസ്ക്രീനും ബ്ലഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചത് മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള കുറച്ച് സ്കിന്ന് നല്ല സ്മൂത്താക്കി വെക്കുന്ന തരത്തിലുള്ള മോയ്സ്ചറൈസർ. ഈ മൂക്കിൻ്റെ സൈഡിൽ അതുപോലെ കണ്ണിൻ്റെ ചൂട്, അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിൻ സാധനം, അതായത് നല്ല ചൂടും വെയിലുമാണ്, ഇതില്ലാണ്ട് ഇപ്പോൾ പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ശരിക്കും നല്ല വെയിലല്ലെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാണ് പറയുക. പുറത്ത് പോകുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വരെ യൂസ് ചെയ്യണം. പക്ഷെ ഇതിപ്പം എന്താ വെയിലല്ലേ. ഇനിയിപ്പോൾ ഫോട്ടോഷൂട്ടിന് പോകണം, ഫോട്ടോഷൂട്ടിന് മാത്രമല്ല കേട്ടോ, പുറത്തേക്ക് പോകുമ്പോഴൊക്കെ എന്തായാലും സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട്. സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഈ മേക്കപ്പിൻ്റെ പ്രീ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ചില സൺസ്ക്രീനൊക്കെ തേച്ചാൽ കാണാം ഫേസിൻ്റെ നമുക്ക് ഒന്നും കൂടി ഉണ്ട് ഓയിലി ആവും. അതായത് ഫേസിലൊരു രസം കിട്ടില്ല. അതുകൊണ്ട് സൺസ്ക്രീൻ തേക്കാൻ തന്നെ മിക്ക ആളുകൾക്ക് ഇഷ്ടമല്ല. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഓൾ സ്കിൻ ടൈപ്പിന് ചേരുന്ന സൺസ്ക്രീൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് പിന്നെ ന്യൂഡിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ന്യൂഡിൻ്റെ തന്നെ അൾട്രാ വെൽവെറ്റി മാറ്റ് സൺസ്ക്രീനാണ്. ഇങ്ങനത്തെ മാറ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും കുറച്ച് നല്ലതാണ്. ഇതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അതായത് ഇപ്പം എൻ്റെ മുഖം അത്യാവശ്യം മോയ്സ്ചറൈസർ ഇങ്ങനെ ഓയിലി പോലെയല്ലേ, അതൊക്കെ മാറ്റി സ്കിന്നിനൊരു മാറ്റ് ഫിനിഷ് ആക്കും. അപ്പം നമുക്ക് ശരിക്കും ഓയിലി സ്കിന്നുള്ളവർക്ക്, ഓയിൽ വഴി സെൻസിറ്റീവ് കുറച്ച് പിമ്പിൾ പ്രോൺ സ്കിൻസ് ഉണ്ടാവില്ലേ, അതിനൊക്കെ കുറേ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീൻ തേക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് പ്രൈമർ തേക്കേണ്ട ആവശ്യം വരാറില്ല. സ്കിന്ന് കണ്ടോ, നല്ലൊരു മാറ്റ് പ്രൈമർ ഇട്ടാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നുണ്ടാവാം. കംപ്ലീറ്റ്ലി നമ്മുടെ സ്കിന്നിൽ അത് അബ്സോർബ് ആവും കേട്ടോ. സ്കിന്നിന് ഭയങ്കര സ്മൂത്ത് ഫിനിഷും കിട്ടും. നമുക്ക് ഇതിൻ്റെ പുറത്ത് മേക്കപ്പ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അതായത് സെറ്റിംഗ് പൗഡർ മാത്രം ഇട്ടാലും ഒക്കെ ഭയങ്കര കംഫർട്ടായിട്ട്. ഒട്ടും ഓയിലല്ല, ഒട്ടും സ്റ്റിക്കി അല്ല. ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് കാണിച്ചിട്ട് കേട്ടോ. സ്കിന്നിൽ കാണുമ്പോൾ ഇച്ചിരി ഓയിൽ ഉണ്ടെന്ന് തോന്നും, പക്ഷേ കേട്ടോ സാധാരണ സൺസ്ക്രീൻ ആണെങ്കിലും നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ അത് ഒട്ടിപ്പിടിച്ച് വെക്കും. പക്ഷെ ഇത് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല, കാരണം ഒട്ടും ഗ്രീസി അല്ല. ഞാൻ കാണിച്ചു തരാം ഇതിൽ ഓയിൽ കണ്ടന്റ് ഉണ്ടോ എന്ന്. എൻ്റെ സൺസ്ക്രീൻ പോവാതെ ചില സൺസ്ക്രീനൊക്കെ തേച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഓയിലിയാണ് അത്രയും എന്നുള്ളത്. പക്ഷെ ഇത് നല്ല അടിപൊളി സൺസ്ക്രീൻ ആട്ടോ. അങ്ങനെ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മടിയുള്ളവരൊക്കെ ന്യൂഡിൻ്റെ അൾട്രാ വെൽവെറ്റി മാറ്റ് സൺസ്ക്രീൻ ഡ്രൈ ടച്ച് ആണ് കേട്ടോ. അതുപോലെ ഇത് വാട്ടർ സ്വെറ്റ് റെസിസ്റ്റൻ്റ്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്ത് പോകുമ്പോൾ ഇത് സ്വെറ്റ് ചെയ്ത് പോകും എന്നുള്ള ടെൻഷൻ വേണ്ട. അത് അങ്ങനെ തന്നെ ഉണ്ടാവും ഫേസിൽ. ആൻഡ് ഇതിൽ SPF 50 PA+++++ 4+ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആൻഡ് വൈറ്റമിൻ E ഉണ്ട് കേട്ടോ. ഒരു ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. വേണമെങ്കിൽ ഞാനിത് പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ പ്രൈമറും കൂടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് ഇനി ഞാൻ ഫൗണ്ടേഷനാട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് കാണിക്കുന്നില്ല. ഫൗണ്ടേഷനൊക്കെ നോക്കിയൊക്കെ എത്ര ഈസി ആയിട്ട് സ്കിന്നിലാവണേന്ന്. അതായത് ഫേസ് നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പുറത്ത് ഫൗണ്ടേഷൻ തേക്കുമ്പോഴേ നന്നായിട്ട് ഈസിലി ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ ഒന്ന് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സെറ്റിംഗ് പൗഡർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഫൗണ്ടേഷനൊക്കെ ഫേസിൽ നന്നായിട്ട് നിൽക്കുന്നത്. കൺസീലർ ഞാൻ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി മസ്റ്റായിട്ട് ചെയ്യേണ്ട സാധനം ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യണം. ഇപ്പം നമ്മുടെ മേക്കപ്പ് ഒക്കെ ആയിട്ട് ഐബ്രോസ് ആകെ ഡാമേജ് ആയിട്ട് കിടക്കാവും. അതുകൊണ്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തിക്നെസ് ഒട്ടും കുറക്കാറില്ല. കുറച്ച് തിക്കായിട്ടിരിക്കണല്ലേ ഇപ്പം രസം. അപ്പം ഐ ഷാഡോയും ബ്ലഷിനും ഞാൻ ഒറ്റ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചോദിച്ചാലും കാണിച്ചു തരാം. അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു കളറാണ്. ബ്ലഷിൻ്റെ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഐ ഷാഡോ ഇടുന്നത്. ഇനി മസ്കാര ഈ മസ്റ്റാണ് കണ്ണെന്ന് ഉണർന്നിരിക്കാൻ. ഞാനപ്പോൾ അങ്ങനെ എല്ലാ സമയത്തും ഐലൈനർ ഇടാറില്ല. അപ്പം മസ്കാര ഇട്ടാൽ തന്നെ കണ്ണിൻ്റെ ഉണർവൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ബ്ലഷ് ഇടാം. ജസ്റ്റ് നമ്മളിങ്ങനെ അപ്വേർഡ്സിലാക്കണം കേട്ടോ. അതായത് മുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചീക്ക് ഇങ്ങനെ സാഗ് ചെയ്ത് പോലാവും. ഇതുപോലെ സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ബ്ലഷ് ഇട്ടതൊന്ന് നമ്മൾ അണ്ടർ ഐസിലാണെങ്കിലും അതുപോലെ ഇവിടെ ലോവർ ഇവിടെ ആണെങ്കിലും. ഇനി ഇതെല്ലാം കംപ്ലീറ്റ് ആവുന്നത് നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോഴാണ്. അപ്പോൾ ഇതാ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഞാൻ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാറ്. വീഡിയോൻ്റെ ലെങ്ത് കൂടുതൽ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായി പറയണം. ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പം ഈ ഒരു സമ്മർ സീസണിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സൺസ്ക്രീനാണ് കേട്ടോ. കാരണം സൺസ്ക്രീൻ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷെ ഇത് യൂസ് ചെയ്തൊക്കെ ഇത് അടിപൊളിയാക്കണം. ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടോളൂ. ഇന്ന് ഞാൻ ഓട്ടോയിലാണ് കേട്ടോ തൂതയിൽ പോകുന്നത്. കാരണം ബ്രദർ ലോസൊക്കെ ഇന്നലെ ഈദിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കമാണ്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എല്ലാവരും എപ്പോഴും ചോദിക്കേണ്ട. ഇൻഷാ അല്ലാഹ് എന്തായാലും ഉടനെ തന്നെ പഠിച്ച് ഞാൻ വണ്ടി എടുക്കും. എടാ നീയൊക്കെ എവിടെ നോക്കിയാ അങ്ങോട്ട് കയറുന്ന ഉള്ളിലേക്ക് കാക്കണതാ. അങ്ങോട്ട് കയറി വിട്ട് നീ എന്ത് ഇട്ട അവിടെ ലോനെന്താക്കിട്ട് ഞങ്ങളിതാ ഷൈത്താന്റെ വീട്ടിലെത്തി. യാമിക്കുട്ടി ഇവിടെ പെരുന്നാൾക്കുപ്പായിക്കിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഹലോ പറഞ്ഞ ഈദ് മുബാറക്ക് പറഞ്ഞ മുക്കായോ ഈദ് മുബാറക്ക് ഇങ്ങനെ 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 ഈദ് മുബാറക്ക് എന്താ വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും പട്ടാമ്പി വീട്ടിൽ പോകണ്ട. പട്ടാമ്പി വീട്ടിൽ ജാസിക്കുട്ടി ഉണ്ട്. നെജിത്ത് എത്തിയിട്ടുണ്ടാവാന്ന് അറിയില്ല. നെജിത്ത് വരും. സുലു ചിലപ്പോഴേ വരുള്ളൂ കേട്ടോ. ഞാനിതിൻ്റെ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഷൈത്താന്റെ വീട്ടിലെ പുതിയ ലൊക്കേഷനിൽ വെച്ചിട്ട് പുതിയ ലൊക്കേഷനിൽ റീൽ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരുന്ന. ഓക്കെ, എന്നാ വളർന്നോ കുട്ടപ്പനായില്ലേ പെരുന്നാളായിട്ടൊന്ന് മെലിഞ്ഞിട്ടങ്ങളെ നോമ്പ് പോയിട്ടേ. അതാണ് സ്ലിം ബ്യൂട്ടിയാണ്. ആ നോമ്പിന് കുടിച്ചിട്ട് മതി. ഇത് അങ്ങനത്തെ അല്ല, ഇത് കടയിൽ നിന്ന് വരുത്തിച്ചതാ. അളിയനെപ്പണ്ട് കവർ പൊട്ടിച്ചിട്ട് എന്താ എങ്ങനെ കാട്ടിക്കാം ഞാൻ. അപ്പോൾ ഇതാ ഷൈത്ത നല്ല അടിപൊളി പിസ്സ ഒക്കെ ഉണ്ടാക്കിയിരുന്നു. വാട്ടർമെലൺ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞങ്ങൾ പിസ്സയും ജ്യൂസൊക്കെ കുടിച്ചു. ഇനി പട്ടാമ്പി വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഉമ്മച്ചി ഇന്നലെ ഇവിടെ ആയിരുന്നല്ലോ പെരുന്നാളിന്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ. ഷൈത്ത പട്ടാമ്പി വീട്ടിൽ പോയിട്ട് പിസ്സ ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഡവും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ യാമിക്കുട്ടിയൊക്കെ പോകാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. യാമിന്റെ സൈക്കിളാ വന്നിട്ട് ഓടിക്കോട്ടെ. നല്ല വെയിലുണ്ട്. വന്നാ യാമി പോവാ ചാറ്റി പോവാ ഓടി വാ. ഹൗ എന്തൊക്കെ ആകെ ബേജാറേണേ. ആ കേറ് എല്ലാരും കേറ്. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ഒഴുക്കി വന്നപ്പോ തൊട്ട് ഒഴുക്കല കൊറേ ഉള്ളിലേക്ക് കയറ്റി. കണ്ടക്ടർ വന്നിട്ടുണ്ടോ ഗൈസ്? ഓള് ഫ്രണ്ട് സീറ്റിലല്ലേ? ആ അറിയില്ല ഗൈസ്. ജാസിക്കുട്ടി വീഡിയോ എടുക്കുന്നുണ്ട്. വരുമല്ലെന്ന് അറിയില്ല. ജാസിക്കുട്ടി ചാനൽ നെയിം പേരാ ജോറ. ചാനലിന്റെ പേരാ ചോദിക്കല് ആൾക്കാര്. ആ വീഡിയോ എടുത്ത് വെച്ചത് എടുത്ത് വരും. 5 മിനിറ്റ് ഒന്നായിട്ട് ഇങ്ങനെ കാണാൻ കേക്ക് പേരൊക്കെ ചോദിക്കലേ.
കുട്ടനെ അവിടെ ഇടയ്ക്ക് ഇരുന്ന ഞാൻ ജാസ്മിൻ കുട്ടി ഒരു ഫോട്ടോ എടുത്ത് ഒന്ന് കാണിച്ചു കൊടുത്തില്ലെന്ന് ചോദിച്ചത്. പ്രേതത്തിനെ കണ്ട പോലെ എത്ര ജാസ്മിൻ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ കൊണ്ട് കണ്ടിട്ടാ ചെരുപ്പ് അകത്ത് വെക്കണം ഗൈസ്. ഇപ്പൊ ഞങ്ങളെ 2 നല്ല ചെരുപ്പുകളാണ് മിസ്സിങ്. ചെരുപ്പ് പുതിയ ചുവപ്പിട്ടോ ഈ അതിന്റെ അടുത്തത് പുതിയത് അതെ. എന്റെ ഒരു ബ്ലാക്ക് ഹീൽസും കാണാതായി. ഞാൻ പറയാം മന്തിയെ പോവും. അപ്പൊ ഓൻ 6 നോമ്പ് നോൽക്കേണ്ടത് അങ്ങനെ പിന്നെ തിന്നാൻ വേണ്ടി നോക്കണ്ട. അങ്ങനെ ഞങ്ങള് ഇങ്ങോട്ട് കൊണ്ട് ഗൈസ് ഇഷ്ടംപോലെ ബേക്കറി മേടിച്ചിട്ടുണ്ട് ശരിയമ്മ. എന്താ ഇവിടെ ഒരു പെരുന്നാൾ സമൃദ്ധി. കിഡിലോസ് മന്തിയാണോ? വീട്ടിലേക്ക് എൻ്റെ റീൽ എടുക്കേണ്ടി വന്നാട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ ഡ്രസ്സ് എല്ലാവരും കണ്ടില്ല. അപ്പോൾ ബിനാസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതോ അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അവളെ കോൺടാക്ട് ചെയ്താൽ മതിട്ടോ. പിന്നെ അവൾ സ്റ്റിച്ചിങ് അവിടെ ഡിസൈനിങ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതും വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. എന്നാ വാ ഇവിടെ ഇല്ലേ? ഇത് ശരിക്കും നീ ഒളിച്ചിരിക്കല്ലേ? ഞങ്ങൾ കണ്ടുപിടിച്ചിടാ. ഇസോടെ ആമേ ഇസോ റെഡി കൊടുത്ത നീ ഇവിടെ കള്ള. യാമിക്കുട്ടി പട്ടായോ നമുക്ക്. ഹലോ യാമിയുടെ കണ്ണുതി കാണാൻ ആ കണ്ടു. എടാ അവളെ സ്പീക്കറിൽ എന്ത് പൈസ കുറച്ച് ചെറുപ്പായിന്നേ തോന്നുന്നു രണ്ടാളും. പിന്നെ പിന്നെ ചെറുപ്പാവാ. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്. പിന്നെ എന്നാലും അങ്ങനെ സ്നേഹിക്കാം. ഒരു ഉമ്മ കൊടുത്ത കൊച്ചപ്പൊക്കെ കിട്ടി. അതൊക്കെ കിട്ടും. പിന്നെ അന്ന് പെരുന്നാളിന് നല്ല മന്തിയും പായസമൊക്കെ കുടിച്ച് ഉറങ്ങി എണീറ്റ് പിന്നെ സുലുത്തിയും നെജിത്തി എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സമയം എവിടേക്കാ പോയിന്നറിയില്ല. ഇത് നെക്സ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അയ്യോ ബോള വരണ്ട തട്ടി കളിക്കും. ഒക്കെ വരുന്നു പോയിടാവോ? ആ ഫിംഗർ പാട്ടിന്റെ പോലെ എന്ത് കണ്ടാലും ആ പാട്ട് പാടി കൊടുക്കണം. ഇതൊന്നും ഇഷ്ടല്ല. നീ അതിന് അച്ചപ്പം കഴിച്ചാലേ ഇസു പറഞ്ഞൊരു പീസ് അച്ചപ്പം. യാമി എന്താ പെരുന്നാൾ കഴിഞ്ഞൊരു 1-2 ദിവസം സുലു, ഷൈത്ത, ജാസ്മിൻകുട്ടി, നെജിത്ത് പിന്നെ പിറ്റേ ദിവസം പോയി അനുമോൾക്ക് വർക്കുള്ളതുകൊണ്ട്. അതിനുശേഷം ഒരു വീഡിയോ പോലും മര്യാദക്ക് എടുത്തില്ല. കാരണം എല്ലാവരും ഇങ്ങനെ നല്ല വെൽ ഡ്രസ്ഡായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നതാവില്ല. എല്ലാവരും കുറേ ദിവസത്തെ പണിക്ക് ശേഷം വീട്ടിൽ വന്നതിൻ്റെ ആ ഒരു ക്ഷീണം തീർക്കലാവും. അപ്പം ഇങ്ങനെ സുഖമായിട്ട് എന്തെങ്കിലും മാക്സിയോ എന്തെങ്കിലും സിമ്പിൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കാനൊരു രസമാണ്.
പക്ഷെ ആ സമയത്ത് വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. യാമി ഉള്ളതുകൊണ്ട് യാമിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുക്കുക, അവളെ കാണുമ്പോൾ എടുക്കായിരിക്കും വരും. ഇങ്ങനെ അവളുടെ വീഡിയോസ് ഇടയ്ക്ക് എടുക്കും. ബാക്കി ഞങ്ങളെയൊന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഞങ്ങൾ പറയും ഈ ബോയ്സൊക്കെ ആണെങ്കിൽ എന്ത് സുഖമായിരുന്നു. അപ്പോൾ ഹനാൻഷാൻ്റെയൊക്കെ വീഡിയോ പോലെ ഫുൾ ടൈം ക്യാമറ ഓണാക്കി വെച്ചാൽ നല്ല രസമാണ് വീടിൻ്റെ ഉള്ളിൽ ഇതെല്ലാം എല്ലാവരുമായിട്ടുള്ള വർത്തമാനവും കാര്യങ്ങളും ഒക്കെ കാണാൻ. പക്ഷേ നമ്മൾ ഈ പ്രോപ്പർ ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ക്യാമറയിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് വേറെ തന്നെയാണല്ലോ. അപ്പം അങ്ങനെ ആവുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു പച്ചയായ വ്ളോഗൊന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ അന്ന് നൈറ്റ് ഷായത്തെ പിസ്സ ഉണ്ടാക്കി, അങ്ങനെ പിസ്സ കഴിച്ചു. അങ്ങനെ കുറേ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. സുലു ഞങ്ങളൊക്കെ ഒരു 3 ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്നേ. പക്ഷെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എപ്പോഴും അങ്ങനെ വിചാരിക്കും. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് സങ്കടാവുക. എന്തായാലും അത്രയ്ക്കുള്ളൂ നമ്മൾ ഇന്നത്തെ ഈ പട്ടാമ്പിയിലുള്ള വിശേഷങ്ങൾ കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പട്ടാമ്പി വരാൻ പോലെ ആ വീഡിയോ ഇൻഷാല്ലാ. ഓക്കെ, അപ്പം അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും